സാധാരണ ഒരു നാട്ടുരാജാവിനെ പോലെ ഇവിടെ ജീവിച്ച് ഒരു വേട്ടയനായിട്ട് വന്ന് വില്ലാളിയായിട്ട് വന്ന് മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നിട്ടാണ് പളനിയിലേക്ക് പോയത്. കുമാരകോലിരിക്കുന്ന ഗുഹയ്ക്കകത്ത് വൃദ്ധനായി താടിയൊക്കെ വെച്ച് സുബ്രഹ്മണ്യ ഇരിപ്പുണ്ട്. നമ്മുടെ കഥയിൽ വരുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പളനിക്ക് പോയിരുന്നു. അവിടെ നടന്ന വിഷയത്തെ ഭൂമിയിൽ വന്ന് വേറൊന്നായിട്ട് മാറ്റിയിട്ടു. ചിദംബരം എന്ന് പറയുന്ന ആ മഹത്തായ ദൈവിക സന്നിധി അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉള്ളിലേക്ക് നോക്കണം. അതെ, എല്ലാം അതല്ലേ പറഞ്ഞ ക്ഷേത്രം. ഇത് ഗാത്രം നമ്മുടെ ക്ഷേത്രം, നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടില്ല. വ്യത്യസ്തമായ രീതിയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ശരവണനെ കുറിച്ച്, അല്ലെങ്കിൽ മുരുകനെ കുറിച്ച്, മുരുകന്റെ ജനനത്തെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചും ഒക്കെ. ഒരു കഥയിലും എഴുതിയിട്ടില്ല ശിവനും ശക്തിക്കും സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലല്ല ഉണ്ടാകുന്നത്. ഗണപതി ഉണ്ടാകുന്നതാണ്. മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നതിൽ ചിത്ത് എന്ന ഭാവത്തിൽ ആരൊരാൾ ഉറയ്ക്കുന്നുവോ, ഇതാണ് ചിദംബരത്തിലെ ഏറ്റവും വലിയ രഹസ്യം. അതാണ് സുബ്രഹ്മണ്യനും ഗണപതിയും തമ്മിലുള്ള ബന്ധം. ഇത് രണ്ടുപേരും ശിവനിക്കും ശക്തിക്കും ശിവശക്തിയുടെ മക്കളായിട്ട് സങ്കല്പിച്ചു. അവസാനം കണ്ണു തുറന്ന് എല്ലാം കഴിഞ്ഞ് ഗുരുവാരം നോക്കുമ്പോഴാ അയ്യോ നിങ്ങളാണോ ശിവന്റെ പുത്രനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആള് കാൽക്കൾ വീഴുന്നതും. എല്ലാവർക്കും ഇതിന് ജാതിയില്ല, മതമില്ല, ഒന്നും തന്നെ ഇല്ല. രണ്ട് വിഗ്രഹങ്ങളുണ്ട്. ഒന്ന് പളനിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു, ഒന്ന് പളനി കടിവാരത്തിൽ താഴെ ഒരു കാട്ടിനകത്ത് ഒളിപ്പിച്ച് ഇട്ടിട്ടുണ്ട്. തുടക്കം തൊട്ട് സിദ്ധികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ തമിഴ് സിദ്ധ പരമ്പരയിൽ 18 സിദ്ധന്മാർ ആണല്ലോ. ഈ സിദ്ധന്മാരെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഓക്കെ, അതായത് സിദ്ധന്മാരെ പറയുമ്പോൾ നന്ദി, അഗസ്ത്യർ, തിരുമൂലർ, പുണ്ണാക്കീസ്തർ, പുലസ്ത്യർ, പൂനൈക്കണ്ണർ, കാലാങ്കി, അഴിക്കണ്ണർ, കൊങ്കണവർ, പാമ്പാട്ടി, തേരയർ, മച്ചമുനി, പിന്നെ ചട്ടൈനാഥർ, കുദംബൈ, ഇത്രയും പേരും 18 സിദ്ധരെന്ന പ്രധാനത്തിൽ അറിയിക്കുന്നു. പക്ഷെ അതല്ല നവനാഥ സിദ്ധന്മാർ. അല്ല, ഇവര് അതിൽ പെടുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇനി 9 കോടി സിദ്ധന്മാർ, 7 കോടി ഇങ്ങനെ സിദ്ധന്മാർ ഈ ലോകത്ത് എണ്ണിയാ തീരില്ല. പക്ഷെ എന്തിനാ ഇവർ പ്രധാനി എന്ന് ചോദിച്ചാൽ 18 എന്ന വാക്യത്തിനാ പ്രധാനം, നമ്പറിനാ പ്രധാനം. അപ്പൊ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട 16 മണികളായി വരും. ഈ 18 എന്ന പ്രധാനം എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്നതും ധനഞ്ജയൻ എന്നതും ആത്മാവ് എന്നതും ഇതുമായിട്ട് 16 കലകളും ചേരുന്നതാ 18. 16 ചന്ദ്രകലകളിൽ ഒരു ജീവന്റെയും ഒരു ആത്മാവിന്റെയും ചേർക്ക അടങ്ങിയിരിപ്പുണ്ട്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞവരെ 18 മണികളായിട്ട് തിരഞ്ഞെടുത്ത് വെച്ചു. അതുകൊണ്ട് എല്ലാത്തിനും 18 എന്നതിന് വളരെ പ്രാധാന്യം വരും. അപ്പൊ ഈ 18 പേരിൽ ഏറ്റവും ടോപ്പ് എന്തുകൊണ്ടാണ് നന്ദി എന്ന് പറഞ്ഞിരിക്കുന്നത്? നന്ദികേശൻ. ഇപ്പൊ നന്ദികേശനെ എല്ലാവരും പറയുന്നത് അത് 2 കൽപ്പമാണ്. ആദ്യത്തെ കൽപ്പത്തിൽ മാടായിട്ടും കാളയായിട്ടാണ് ശിവന്റെ കൂടെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കൽപ്പത്തിൽ വരുമ്പോഴാ പുള്ളി മനുഷ്യരൂപത്തിലേക്ക് വന്നു ഈ വിദ്യ പഠിക്കുന്നു. അപ്പൊ അതില് ആ ഇരിക്കുന്ന നന്ദികേശൻ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അങ്ങയുടെ വീട്ടിലൊരു ജോലിക്കാരനുണ്ട്, അങ്ങയെ സേവിച്ച് കിടക്കുക, അങ്ങേ എല്ലാ കാര്യങ്ങളും അങ്ങയെ ഭാര്യയെ അറിയിക്കുക, പഠിപ്പിക്കുക. ഇപ്പം നിങ്ങളെ ഈ 24 hours കൂടെ നടന്ന് നിങ്ങളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് ആരെ? ഭാര്യയെ. അപ്പം നിങ്ങൾക്കിത് ഉപയോഗപ്പെടണമെങ്കിൽ ഇത് ഭാര്യ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നന്ദിയെ രഹസ്യമായി ദേവി പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് നന്ദി ടോപ്പായത്. ആ നന്ദിയിൽ നിന്നാണ് അഗസ്ത്യർക്ക് കിട്ടുന്നത്. അപ്പോൾ നന്ദിദേവൻ എന്ന് പറയുന്ന ദേവൻ ഒരു ചെറിയൊരു മഹാനായിട്ടല്ല, പുള്ളി വളരെ പ്രഗത്ഭനായ ഒരു യോഗിയാണ്. അപ്പോൾ അദ്ദേഹം എന്താ പറയാ, ഒരു 8000 വർഷങ്ങൾക്ക് മുകളിൽ ജീവിച്ചതായിട്ട് പറയുന്നു. പുള്ളി നോർത്ത് ഇന്ത്യയിലെ യഥാർത്ഥ സമാധി, പക്ഷേ പലരും തമിഴ്നാട്ടിലെ സമാധി എന്ന് പറയും. അപ്പൊ ഇതിലെല്ലാം രഹസ്യം പൊളിക്കാൻ ഞാൻ എല്ലാ സിദ്ധന്മാരും എല്ലായിടത്തും ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. പല ശരീരങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമേ. പല ശരീരം സ്വീകരിച്ചു. അതിന്റെ റെക്കോർഡിക്കലായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ബേസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അഗസ്ത്യർ 4 യുഗം കഴിഞ്ഞു എന്ന് പറയുന്നു.
അപ്പം അഗസ്ത്യരുടെ ശിഷ്യനല്ലല്ലോ നന്ദി. നന്ദി അഗസ്ത്യരുടെ ഗുരുവല്ലേ. അപ്പൊ നന്ദി 8000 വർഷം ജീവിച്ചാൽ പോരല്ലോ. അപ്പൊ കിട്ടിയ തെളിവുകളിൽ നിന്നാണ് സിദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ നൽത്തി. ഇത് വേറെ രഹസ്യം. ഒന്ന് നൽത്തി, നമ്മുടെ ഉള്ളിലേക്കുന്ന ഒരു അഗ്നിഭാവം, അകത്ത് ഈശൻ, രണ്ടാമത് ഉള്ളിലേക്കുന്ന ഈശൻ, തിരുമൂലം എല്ലാത്തിൻ്റെയും ബേസിക്, കാലങ്കി ശ്വാസത്തെ ആവരണമായി അണിഞ്ഞവൻ. ഇങ്ങനെ ഓരോ സിദ്ധന്മാർക്ക് പേരിട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന 18 വിധമായ പ്രവർത്തനങ്ങളാണ്. അതിന് ഭൂമിയിൽ ജനിച്ച മനുഷ്യർ അത് ചെയ്തപ്പോൾ അവർക്ക് ആ പേരുകൾ നൽകപ്പെട്ടു. ഉദാഹരണത്തിന് പത്മാനന്ദ ഗിരി എന്നൊരു പേര് എനിക്ക് കിട്ടണമെങ്കിൽ അത് ചുമ്മാ വരില്ല. പത്മം എന്നാൽ സഹസ്രതള പത്മത്തിലിരുന്ന് ആനന്ദം ലഭിച്ചു എന്ന ആ ഒരു രഹസ്യം അറിയുന്നത് കൊണ്ട് ഗുരു ഇടുന്ന പേര്. ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും പൂർണ്ണമായിട്ടും ശരയോഗം കൊണ്ട് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഒരാൾക്കും എന്തില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. മറ്റുള്ള മറ്റു യോഗ വിദ്യ പോലെ സ്ത്രീകൾക്ക് 12 വയസ്സ് കഴിയുന്ന കൊച്ചു മുതൽ 100 വയസ്സാകുന്ന ശ്വാസം മൂക്കിലെടുക്കാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇതിന് ജാതിയില്ല, മതമില്ല, ഒന്നും തന്നെ ഇല്ല. പൂർണ്ണമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മഹത് വിദ്യ. ശരയോഗത്തെക്കുറിച്ചും തിരുമൂല സിദ്ധരെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ തമിഴ് പാരമ്പര്യമാണ്, തമിഴ് പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ചിദംബര രഹസ്യം. അങ്ങനെയൊക്കെ ധാരാളം ആളുകൾക്ക് കേൾക്കാൻ താല്പര്യത്തോടു കൂടി ഇരിക്കുന്നവരുണ്ട്. അതെന്താണെന്ന് അറിയാത്തവരുണ്ട്, അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ചിദംബരം എന്ന് പറയുന്ന ആ സ്ഥലത്തെ, ഈ പാടൽപെറ്റ സ്ഥലത്തെ ഏറ്റവും മഹത്തായ ക്ഷേത്രം, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അതും ശരനൂലും ശരയോഗവും തമ്മിലുള്ള ബന്ധം, തിരുമൂലരുമായുള്ള ബന്ധം. തിരുമൂലര് ചിദംബരത്തിലുണ്ടായിരുന്നു. അവിടെയും ഇപ്പൊ സമാധി പറയുന്നുണ്ട് ചിദംബരത്തിൽ. തിരുമൂലർക്ക് ഒരു ഭയങ്കരമായ ഒരു ദർശനം നൽകിയ ഒരു സ്ഥലമാണ് ഈ ശിവം എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയ ഒരു സ്ഥലമായതുകൊണ്ട് അതിൻ്റെ പേര് തന്നെ ചിത്തംബരം എന്നാണ്. അതായത് മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നതിൽ ചിത്ത് എന്ന ഭാവത്തിൽ ആരൊരാൾ ഉറയ്ക്കുന്നുവോ അവന് അമ്പരം എന്നാൽ ആകാശം. അവൻ ആകാശവെളി തുറന്നെല്ലാം കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്ന ആകാശവെളി വേറെ എവിടെയാണ്. ഇതിനിപ്പുറത്തോട്ട് നമുക്കിപ്പോഴും കാണാനേ പറ്റുന്നില്ല, കണ്ണില്ല. ഇതിനിപ്പുറത്തോട്ട് ആകാശമണ്ഡലമാണ്. അതിനെ കാണാൻ നിങ്ങൾക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 3-ാം കണ്ണ് ഓപ്പണാണ്. അതിനെന്ത് ചെയ്യണമെന്നുള്ള ചിദംബരത്തിൻ്റെ രഹസ്യം. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? 9 ഗോപുരങ്ങൾ മുകളിൽ ഒരു താഴികക്കുടം കാണും. എന്തിനാ? നവകുണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ 9 ദ്വാരങ്ങൾ അടയണം. 9 ദ്വാരത്തെ അടയ്ക്കണം. ഇനി അവിടെ 21,600 സ്വർണ്ണ ഓടുകൾ ഇട്ടിരിക്കും. ഇത് നിങ്ങളുടെ ഒരു ശ്വാസം. അതിനെ 72,000 ആണി കൊണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. 72,000 ആണി എന്നത് നമ്മുടെ നാഡി നരമ്പുകളാണ്. അപ്പോൾ ഈ 72,000 നാഡിയിൽ ഓടുന്ന 21,600 ശ്വാസത്തെ ഈ 72,000 ആണികളിൽ തളച്ചു നിർത്തണം, ചലിപ്പിക്കരുത്. തളച്ചു നിർത്തിയിട്ട് 9 ദ്വാരങ്ങളെയും അടച്ചാൽ അമ്പരം എന്ന ആകാശത്തെ നിങ്ങൾക്ക് കണ്ട് അതിനകത്തിരിക്കുന്ന ഏകമായ ശിവഭാവത്തെ നിങ്ങൾക്ക് കാണാം. ഇതാണ് ചിദംബരത്തിലെ ഏറ്റവും വലിയ രഹസ്യം. പക്ഷെ ആ രഹസ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി ശിവത്തിന് അമ്പലത്തിൽ തൊഴുതിട്ടിഞ്ഞു വരുന്നു. ഇപ്പൊ ആ മണ്ഡപത്തിൽ കയറില്ല, ഒരു ധ്യാന മണ്ഡപം, ചിത് സഭ എന്ന് പറയും. അതാണ് ചിത് സഭൈ. ആ സഭയിൽ പോയിരുന്ന് ധ്യാനം വരുന്ന ഉടനെ കിട്ടും. പക്ഷെ അത് അവർ പറയുന്നത് ജീർണപ്പെട്ടിരിക്കാതെ പറ്റില്ല. അതിനകത്ത് കയറിയിരുന്ന് ധ്യാനം ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അത്രയും. അപ്പൊ ചിത്സഭ എവിടെയായിരിക്കണമെന്ന് ചോദിക്കണ്ടേ? അവിടെ ഇരിക്കുന്ന അതേ ചിത്സഭ നമ്മുടെ ശിരസിലിരിപ്പുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് ചിന്താ അർമണി ഗ്രഹം, ചിന്തയാർമണി. അതെ. അപ്പൊ അതിനകത്ത് കയറിയിരുന്ന് നമ്മള് കണ്ണുകൾ അടച്ച് നമ്മുടെ ജ്ഞാനം മാത്രം തുറന്നു വെച്ച് പ്രവർത്തിച്ചാൽ ഈ അമ്പരം തുറന്നിട്ട് എല്ലാം കാണാൻ പറ്റും. അപ്പം ചിദംബരം എന്ന് പറയുന്ന ആ മഹത്തായ ദൈവിക സന്നിധി അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉള്ളിലേക്ക് നോക്കണം. അതെ, എല്ലാം. അതല്ലേ പറഞ്ഞ ക്ഷേത്രം ഇത് ഗാത്രം. നമ്മുടെ ക്ഷേത്രം, നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടില്ലേ ഭഗവത്ഗീതയിൽ? അതല്ലേ പറയുന്നത്, ക്ഷേത്രജ്ഞയോഗം. അപ്പൊ നിങ്ങൾക്ക് ക്ഷേത്രം എന്ന ശരീരത്തെ ആദ്യം പഠിക്കും. ക്ഷേത്രം ശരീരമാണെന്ന് കാണും. പിന്നെ അമ്പലം. അമ്പലം വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല, ആരും പോകണ്ടെന്നും പറയുന്നില്ല. അമ്പലം വേണം. 1-ാം ക്ലാസ് പാഠം പോലെയാണ്. അത് ഈ ശരീരമാണെന്ന് പഠിക്കാനാ പറയുന്നത്.
അപ്പോഴാണ് അമ്പലത്തിന് നമുക്ക് പ്രസക്തി ഉണ്ടാക്കുന്നത്. അതെ. അല്ലാതെ അമ്പലത്തിൽ ഒരു പ്രസക്തിയുമില്ല. എൻ്റെ ശരീരം ഒന്ന് കാണുമ്പോഴേ എനിക്ക് അമ്പലത്തിൽ സൂക്ഷിക്കാൻ തോന്നും. ഇത് ദേവന്റെ ആണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വെളിയില്ല. എനിക്കാച്ചാ ഇത് കുഴപ്പമില്ല, ക്ഷേത്രമല്ലേ, അങ്ങനെ കാണാൻ പറ്റും. എൻ്റേതെന്ന് കാണും. ഈ ഐക്യമത്യം സംഭവിക്കണം, ഏകഭാവം വരണം. ഇപ്പോൾ ദ്വയഭാവം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം എൻ്റേത് അവൻ്റേത് അവൻ്റേത് ഇവൻ്റേത് നമ്മൾ കാണുന്ന വിഷയം. എല്ലാവരിലും ഒരു ഭാവം ഉണ്ടാവും. അതെ, അത് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്തിനേയും നേടാൻ പറ്റും. ഇന്നത്തെ ഈ അവസ്ഥയിൽ മുരുക ഭഗവാന് ഭയങ്കരമായ ഒരു ആരാധനയിലൊക്കെ ഭയങ്കരമായ വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു കാലം. മുരുക ഭഗവാന്റെ മറ്റൊരു പേരാണ് ശരവണൻ എന്നുള്ളത്. അങ്ങ് അതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ശരവണനെക്കുറിച്ച് അല്ലെങ്കിൽ മുരുകനെക്കുറിച്ച്, മുരുകൻ്റെ ജനനത്തെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചും ഒക്കെ. അത് ജനജീവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് വിശദീകരിക്കാമോ? അതായത് മുരുക് എന്നാൽ ആദ്യം മുരുക് എന്ന് പറയുമ്പോൾ അഴക് എന്നർത്ഥം, സൗന്ദര്യം എന്നാണ്. അപ്പോൾ എവിടെയാണ് സൗന്ദര്യം ഇരിക്കണേ? മനസ്സിലാ, ശരീരത്തിലല്ല. ശരീരത്തിന് ഒരു സൗന്ദര്യവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിൽ സൗന്ദര്യം വരട്ടെ, ശരീരത്തിൽ സൗന്ദര്യം വന്നോളൂ. അപ്പോൾ ആ മനസ്സ് ശിവനും ശക്തിയും ചേർന്ന് ഒരു കഥയിലും എഴുതിയിട്ടില്ല ശിവനും ശക്തിക്കും സുബ്രഹ്മണ്യൻ ഉണ്ടായത്. അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലല്ല ഉണ്ടാകുന്നത്. ഗണപതി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സുബ്രഹ്മണ്യ എന്ന സുബ്രഹ്മം മണിയായത്, എന്താ ശുഭ്രമായ ബ്രഹ്മം മണിയാകുന്നത്. തൻ്റെ ആത്മജ്ഞാനത്തിൽ നിന്നും ശിവൻ സൃഷ്ടിച്ച ഒരു മാനസപുത്രൻ. ആ പുത്രനെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. അപ്പൊ അത് എവിടെ ഇരിപ്പുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെയാണ്. താഴെ ഇരിപ്പുണ്ട് സുബ്രഹ്മണ്യനും. ഇനി ഭൂതഗണങ്ങൾക്ക് 5 ഗണങ്ങൾ ഇവിടെയുണ്ട്, പഞ്ചഭൂതങ്ങൾ. ഇതിൻ്റെ ഗണാവുകളും അതിൻ്റെ നദീപന്മാരും അതിൻ്റെ നക്ഷത്രങ്ങളും ഇങ്ങനെ കിടപ്പുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഗണങ്ങൾക്ക് പതിയായി ഗണപതിയെയും വെച്ചത്. അതാണ് സുബ്രഹ്മണ്യനും ഗണപതിയും തമ്മിലുള്ള ബന്ധം. ഇത് രണ്ടുപേരും ശിവനിക്കും ശക്തിക്കും ശിവശക്തിയുടെ മക്കളായിട്ട് സങ്കല്പിച്ചു. രണ്ടുപേർക്കും 2 ഡ്യൂട്ടി കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ സുബ്രഹ്മണ്യനെ ഈ പ്രകാശരൂപത്തിൽ നിന്നും പുറത്തേക്കെടുത്ത് ഇട്ടപ്പോൾ, അതായത് അഗ്നി രൂപത്തിലാണ് പുറത്തേക്ക് വന്നത്. അത് കഥയിൽ അറിയുമെന്ന് വായിച്ചാൽ അറിയാതെ പുറത്തിൽ ചെന്ന് വീഴുകയും 6 കാർത്തിക പെണ്ണുകൾ എടുത്ത് വളർത്തി. ഒരു യാത് താമരകളാണ്. ഈ പ്രകാശം മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നപ്പോൾ ഇത് 6 സ്പോട്ടിൽ അടിച്ചു പോയി. ഈ 6 സ്പോട്ടുകളാണ് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന ചക്രാസ്. അതിനെയാണ് നമ്മൾ 6 ചക്രങ്ങൾ, അതിൻ്റെ പേരാ ഷഡ്ചക്രം. അപ്പൊ താഴെ പോയി ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവപ്രകാശത്തെ ഉണർത്തി ശരം എന്ന ശ്വാസത്തെ വണച്ചവനെന്ന് പറഞ്ഞാൽ തൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് 6 ചക്രങ്ങളെയും ഓപ്പണാക്കി തന്തയ്ക്ക് ഉപദേശിച്ച മകനായത്. അച്ഛൻ്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, അങ്ങ് ഇത് ഇതുവരെ അങ്ങക്ക് പറ്റിയിട്ടില്ല, ഇതിങ്ങനെ ചെയ്യണമെന്ന് ഉപദേശം കൊടുക്കാൻ. അതാണ് ബ്രഹ്മത്തിൻ്റെ പ്രണവത്തിൻ പൊരുളറിയണമെന്ന് പറയുന്നത്. മൂലാധാരത്തിൽ ഒരു ശബ്ദം ഇരിപ്പുണ്ട്. അതിനെ ശിവന് പോലും അറിയില്ലെന്ന. അതിനെ ഈ അദ്ദേഹം ഇത് ചെയ്തു പോയി കാണിച്ചത് കൊണ്ടാണ് ആ പേരാണ്. അങ്ങനെ ഉണ്ടത് കൊണ്ടാണ് ശക്തി എന്ത് ചെയ്തു, ഭയങ്കരമായ വിദ്യകൾ അഭ്യസിപ്പിച്ച് ശൂരനെ വധിക്കാൻ വേണ്ടി അടുത്ത് ജന്മം കൊടുക്കും. ശൂരനെ വധിക്കാൻ വേണ്ടി ജന്മം കൊടുക്കും. ഇപ്പൊ മനുഷ്യനല്ല, ഇതൊരു ക്രിയേറ്റിവിറ്റി സാധനം. ഇനി ഇതിനെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കന്യാകുമാരി ജില്ലക്കകത്ത് ഇവിടെ സംഭവിച്ചു, ഒരാളായിട്ട് ജനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം കുമാരസം, അതാണ് കുമാരകോവില്. അവിടെ അവസാനം വന്ന് അഗസ്ത്യർക്ക് തമിഴ് പഠിപ്പിക്കുന്നത്. അതാണ് തമിഴ് കടവുൾ എന്ന് പറയുന്നത്. സാധാരണ ഒരു നാട്ടുരാജാവിനെ പോലെ ഇവിടെ ജീവിച്ച് ഒരു വേട്ടയനായിട്ട് വന്ന് വില്ലാളിയായിട്ട് വന്ന് മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നിട്ടാണ് അദ്ദേഹം പളനിയിലേക്ക് പോയത്. നമ്മുടെ കഥയിൽ വരുന്നത്, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പളനിക്ക് പോയത്, അവിടെ നടന്ന വിഷയത്തെ ഭൂമിയിൽ വന്ന് വേറൊന്നായിട്ട് മാറ്റിയിട്ടു. അദ്ദേഹം അങ്ങനെ പോകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ശരിക്കും പിന്നെ എന്താ പറയുക അഗസ്ത്യർ വരുന്നതും. അഗസ്ത്യർക്ക് കുമാരകോവിലിൽ വെച്ചാണ് തമിഴ് എന്ന വാക്ക്, അഗസ്ത്യർ നോർത്ത് ഇന്ത്യക്കാർ. അതെ, അതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എനർജിയാണ് അതും. അപ്പോൾ ആ എനർജി ബേസ് അവിടെ നിന്ന് വന്ന് പൊതികയിലാണ് വീഴുന്നത്.
പൊതികമല എന്ന് പറഞ്ഞാൽ അഗസ്ത്യർകൂടം. അവിടെ വന്ന് വീഴുന്ന സാധനത്തിന് പിന്നെ ജന്മം കൊടുക്കും, ഒരു മനുഷ്യനാക്കുന്നു. ആ മനുഷ്യനാക്കി ദേശാടനം താഴോട്ട് വിടും. നമ്മുടെ സൗത്തിന് താഴെ വന്ന് കടലിൻ്റെ കരയിൽ എത്തുമ്പോഴാ ഒരു വൃദ്ധനെ കാണുന്നത്. ആ വൃദ്ധന ശരിക്കും കുമാരകോവിലും ഗുഹാക്ഷേത്രം. അതുകൊണ്ടാണ് കുമാരകോവിലിരിക്കുന്ന ഗുഹയ്ക്കകത്ത് വൃദ്ധനായി താടിയൊക്കെ വെച്ച് സുബ്രഹ്മണ്യ ഇരിപ്പുണ്ട്. പോയി കാര്യം പറയാം, എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല, ഒന്ന് ഭാഷ പഠിപ്പിക്കാമോ എന്ന്. അങ്ങനെ ഭാഷ പഠിച്ചിട്ട് അവസാനം കണ്ണ് തുറന്ന് എല്ലാം കഴിഞ്ഞ് ഗുരുവാരം നോക്കുമ്പോഴാ അയ്യോ നിങ്ങളാണോ ശിവന്റെ പുത്രനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആള് കാൽക്കൾ വീഴുന്നതും. അങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാத்தைയും പരിപാലിച്ച് ഈ സിദ്ധം എന്ന് പറയുന്നതിനെ പ്രചരിപ്പിക്കണമെന്ന് പറയും. അദ്ദേഹമാണ് ആദ്യമായിട്ട് സുബ്രഹ്മണ്യന് നമുക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞ് പോഹരെയും വിളിച്ചു വരുത്തി ബാക്കിയുള്ള 18 സിദ്ധന്മാരും കൂടി ചേർന്നാണ്. ഈ ഭോഗരെ കുറിച്ചും സുബ്രഹ്മണ്യനെ കുറിച്ചും പറയുമ്പോൾ അടുത്തതായി വരുന്നൊരു വാക്കാണ് ഈ നവപാഷാണം എന്ന് പറയുന്നത്. അതായത് നമുക്ക് 9 വിധമായ ദ്വാരങ്ങളിരിപ്പുണ്ടെന്ന് ഞാൻ നേരത്തെ പറയും അല്ലേ. ഈ 9 വിധമായ ദ്വാരങ്ങളിൽ 9 വിധമായ എനർജി ബേസാണ്. ഈ എനർജികളെല്ലാം പുറത്തേക്ക് പോകുന്ന വിഷയങ്ങളാണ്. എല്ലാ ദ്വാരത്തിൽ കൂടെ നമുക്ക് പോകുന്നത് എന്താ? ചെവിക്കായമായിട്ട് പുറത്തേക്ക് പോകും, മൂക്കിൽ കൂടെ കഫമായിട്ട് പുറത്തേക്ക് പോകും, കണ്ണുനീർ. ഇതെല്ലാം 9 വിധമായ വിഷങ്ങളാണ്. അപ്പോൾ ഈ 9 വിധമായ വിഷങ്ങളെ എങ്ങനെ മനുഷ്യന് ഉപയോഗിക്കാം? അതുകൊണ്ടാണ് മൂത്ര ചികിത്സ തൊട്ട് മലവും ഒരു ചികിത്സയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്രയും കാഠിന്യമായ വിഷ ഉള്ള പാഷാണങ്ങളെ അതിനെ ഉണ്ടാക്കി കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചപ്പോൾ പോകർക്ക് ആദ്യം തോന്നിയതാണ് ഇതിങ്ങനെ തിന്നാൻ കൊടുത്ത ആരും ഉപയോഗിക്കില്ല. അപ്പോൾ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അദ്ദേഹം ഏറ്റവും ആരാധിക്കുന്ന സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ മുരുകൻ ദണ്ഡായുധപാണി, അദ്ദേഹത്തിലേക്ക് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്ത് മുരുകനാക്കി അല്ലെങ്കിൽ ദണ്ഡായുധപാണിയാക്കി അവിടെ നിർത്തുമ്പോൾ അതിലൊഴിക്കുന്ന ജലത്തിലും പാലിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് രോഗത്തെ മാറ്റാൻ നമുക്ക് സംവിധാനം ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെയാണ് പുലിപ്പാടിയും സഹായത്തോടു കൂടി അത് ഉണ്ടാക്കിയത്. 2 വിഗ്രഹങ്ങളുണ്ട്. ഒന്ന് പഴനിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു, ഒന്ന് പഴനി കടിവാരത്തിൽ താഴെ ഒരു കാട്ടിനകത്ത് ഒളിപ്പിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ അമ്പലം പോകുമ്പോൾ ആ മുരുകൻ പൊങ്ങി വരും. അപ്പോൾ മുരുകയുഗം എന്നൊരു യുഗം വരുമോ നേട്ടാ? ഉറപ്പായിട്ടും വരും. പക്ഷെ അതിനു മുമ്പ് സിദ്ധർ യുഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. 2038 വരേക്കും സിദ്ധറുകൾ ഇങ്ങനെ സിദ്ധ വിഷയത്തിൽ നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് സിദ്ധ വിഷയം ചോദിക്കണമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് അത് ട്രെൻഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെൻഡ് എന്ന് പറയാൻ കാര്യം ഇതിപ്പോൾ വളരേണ്ട സമയം അടുത്തൊരു യുഗത്തിലേക്ക് കാൽ വയ്ക്കാൻ വേണ്ടിയിട്ട് 2424 എന്നൊരു വർഷം വരുമ്പോൾ ഭൂമിയിൽ ഭയങ്കരമായൊരു മാറ്റം വരും. ശരയോഗത്തെക്കുറിച്ചും ശരയോഗം എന്ന് പറയുന്ന ഈ മാസ്മരികമായ വിദ്യയെക്കുറിച്ചും അതിൻ്റെ നാനാവിധമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും സിദ്ധന്മാരെക്കുറിച്ചും ചിദംബര രഹസ്യത്തെക്കുറിച്ചും ശുചീന്ദ്രത്തെ രഹസ്യത്തെക്കുറിച്ചും അഗസ്ത്യരെക്കുറിച്ചും തിരുമൂലരെക്കുറിച്ചും തിരുമന്ത്രത്തെക്കുറിച്ചും അങ്ങനെ മലയാളികൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ധാരാളമായ അറിവുകൾ സ്വാമി പത്മാനന്ദഗിരി സ്വാമികൾ ജനൻ ടിവിയുടെ പ്രേക്ഷകരോട് പങ്കുവച്ചു. അങ്ങേക്ക് ജനൻ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി, നമസ്കാരം.